ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചൂലും കൊണ്ട് ഒരു വഴിക്കിറങ്ങാൻ അവളെ നടയിൽ നിൽക്കലെന്ന്. കളക്ടർ ഉദ്യോഗമൊന്നും അല്ലല്ലോ, അവിടെ പോയി വെറുതെ ഇരിക്കാനല്ലേ. എന്ത് കുന്തം ആയിക്കൊണ്ട് പോട്ടെ, ഒരു ഗൃഹനാഥൻ ഒരു വീട്ടിൽ നിന്ന് ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ തങ്ങ തമാശ കൂടുതൽ കളിക്കല്ലോ. ഓ അവിടുത്തെ ഏമാനത്തിയൊന്നും ഇല്ല അല്ലേ, എത്തിയിട്ടില്ല. നന്നായി, സത്യം പറഞ്ഞുണ്ടല്ലോ അവിടെ ആളനക്കം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. പിന്നെ നിന്റെ ആങ്ങളെ കെട്ടിയെടുത്തില്ലേ, അതിനുശേഷം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ അതാ വന്ന് സമാധാനം കളഞ്ഞു. ഇപ്പൊ ഇത് 2 ദിവസം ഇല്ലായിരുന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്ക് അവരവിടെ ഉള്ളതാ ഇഷ്ടം. ഒരു ഒച്ചാനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വീട് ഉറങ്ങിയ പോലെ ആയിപ്പോയി. എന്നാ പിന്നെ കൂടെ അങ്ങ് പോവാത്തത്? എന്നെ വിളിച്ചില്ല അതുകൊണ്ട്. അയ്യോ വിളിച്ചെങ്കിൽ ഇവിടെ അങ്ങ് പോയനാ. ഓടി പോ നീ കൂടെ. എന്താ ക്ലീറ്റോ, എനിക്ക് അറിയാൻ പറ്റത്തോണ്ട് ഞാനിതിന് അവരുടെ കൂടെ പോണേ. നിനക്കല്ലേ അവര് ഇല്ലാതെ ഉറക്കം വരില്ല എന്ന് പറഞ്ഞത്. കർത്താവേ, ഈ നാശങ്ങൾ ഈ ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് വരല്ലേ. ഞാൻ ഒരു കൂടി മെഴുതിരി, ഇല്ലെങ്കിൽ വേണ്ട ഒരു ചാക്ക് മെഴുതിരി ഞാൻ കത്തിച്ചേക്കും. ഒരു ചാക്കേ 1 കിലോ അരി മേടിക്കാൻ പറ്റാത്ത ആളാണ് ഒരു ചാക്ക് തീരി. ഞാൻ തെണ്ട് ഞാൻ മെഴുതിരി വാങ്ങിച്ച് കത്തിക്കൂടി. നടക്കും. നീ ആവശ്യമില്ലാതെ അമ്മ എന്താന്ന് രാവിലെ ഇറങ്ങിയപ്പോ ഓട്ടോറിക്ഷയുടെ പൈസ ഞങ്ങൾ കൊടുക്കായിരുന്നു. അമ്മ സമാധാനായിട്ടിരിക്കുക. അമ്മ എന്താണ് ഉണ്ടായെന്ന് പറയും. മനസ്സ് നല്ലപോലെ വിഷമിച്ച് അത് തന്നെ. ഞാൻ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനമാവും. അമ്മേ വന്നേ ചോദിക്കട്ടെ, എന്താ പറ്റി പറ. എന്തിനാ കരയണേന്ന് കാര്യം പറയാൻ. എന്റെ വിധി ഏതായി പോയി, കരച്ചിലായി പോയി. ഇപ്പൊ ഇതിന് ഇത്ര. അതെ, ഞാനൊരു കാര്യം പറയാം. അമ്മ ഇനിയെങ്കിലും ദൈവം ഇത് അടങ്ങി ഇവിടെ നിൽക്കുമോ? ഇവിടെ അമ്മ എന്ന് ആലപ്പുഴ നിഞ്ഞ് വന്നാലും സങ്കടം കൊണ്ട് തന്നെ പറഞ്ഞത്. ഇവിടെ വന്ന് ഞങ്ങളെ സന്തോഷം കൂടെ ഇല്ലാതാവുകയാണ് ഇപ്പൊ. അമ്മ പറയ എന്താ സംഗതി എന്ന് പറ. കരച്ചില് പിന്നെ കരയാന്ന് എന്നെ പറഞ്ഞാ മതിയല്ല. നല്ലൊരു വീടും വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള കാശ് മാറ്റിട്ട് വല്ലയിടത്ത് കൊണ്ടിട്ട് എന്നെ അത് കലക്കി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലേ അത്? ഞാൻ അന്ന് തലയെ കൈ വെച്ച് പറഞ്ഞു. ആര് പറയാം, ഇവിടെ ആരുടെ ചെവി പൊട്ടിയിട്ടില്ല. എന്താ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ആരുടെ തല മൊത്തത്തിൽ തന്നെ പറയും. അതെ, വാടകയ്ക്ക് കൊടുത്ത കാര്യം അമ്മ പറയണ്ട. അമ്മയും കൂടി സമ്മതിച്ചിട്ടല്ലേ അമ്മ വാടകയ്ക്ക് കൊടുത്തത്. അമ്മേനോട് ഞാൻ സമ്മതിച്ചവിടെ ഞാൻ വാടകയ്ക്ക് കൊടുക്കൂ. ആണല്ലോ, ഇത് അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ്. എനിക്കന്ന് മനസ്സിലായി. പിന്നെ അന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ പറയാ നീ നിന്റെ കാര്യം നോക്കുന്നു. ഇപ്പൊ ഇങ്ങനെയായി അമ്മ, ഇപ്പൊ എങ്ങനെയായി? ഇനിയിപ്പൊ അമ്മേനെ ആര് വട്ട് തട്ടുന്ന പറയണ അത് പറയും. ആര്? അല്ലാതെ ആരാ? അതിനൊത്ത് കളിക്കാനായിട്ട് എന്റെ മോനെന്ന് പറയുന്ന അപ്പോ തരും. എന്തിനാ അമ്മ ഇങ്ങനെ പറയണത്? അവള് ചെയ്യൂല, അവള് നമ്മുടെ ഒച്ചല്ലേ. അവള് ചെയ്യൂല, പാവം അവള്. പിന്നെ അവൾ എന്നെക്കാളും കാര്യമായിട്ട് അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നതാ. ഇവിടെ അവിടെ പോയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ. അവളൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാം ശ്രമിച്ച് ക്ഷയിച്ച് അവൾ ഇവിടെ താമസിക്കുകയായിരുന്നു. എന്നെ കൊണ്ടിട്ട് വട്ടിട്ടാണല്ലേ അവിടെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ താമസിച്ചുകൂടായിരുന്നാ. രണ്ടുപേരും കൂടെ ചേർന്നുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ സൗകര്യമുണ്ട്. ഇവിടെ ഞാനും ഇല്ല, ചോദിക്കാനും പറയാനും ഇവളും ഇല്ലല്ലോ. അപ്പൊ അവൾ എന്താ ചെയ്തെന്ന് പറയും. ഞാൻ ചോദിക്കാം, വിളിച്ചു ചോദിക്കാം. ഞാനൊരു ചാനൽ കണ്ടോണ്ടിരിക്കുന്നു, ചാനലിൽ ഒരു സീരിയൽ കണ്ടോണ്ടിരിക്കുന്നു. ഉടനെ അവൾക്കത് മാറ്റണം. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോണു. ഉടനെ അവള് ഒച്ചത്തിൽ പാട്ട് വയ്ക്കും. എന്തിനു പറയുന്നു? എനിക്കൊരു വായ്ക്കൊരു ചേട്ടൊരു ഇച്ചിരി നല്ല മീൻ വേണോന്ന് പറഞ്ഞ് മക്കളെ ഒരു തിരി ചൂര വാച്ചുകൊണ്ട് കറി വെച്ച അവക്കത് ചിക്കൻ വേണം, അല്ലെങ്കിൽ മട്ടൻ വേണം. കുഞ്ഞു പിള്ളേര് പറയണ കാര്യങ്ങൾ അമ്മ ഇപ്പൊ ഇങ്ങനെ അമ്മായിയമ്മയും മരുമോള് പോരൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ? എന്തോ എവിടെ ഉണ്ടോന്നോ? നിന്റെ കണ്ണുമുമ്പിൽ നടക്കണ നീ കാണല്ലേടി? എവിടെ? ഈ ടി വി തുറന്നു നോക്ക്, എല്ലാ സീരിയലും ഇത് തന്നെ. അമ്മായി അമ്മയെ എടുത്തിട്ട് കഷ്ടപ്പെടുത്തുകയാണ് കുറെ മരുമക്കള്. ഇപ്പൊ എന്താ വേണ്ടത്? എന്ത് ഇച്ചിരി മിണ്ടാതിരിക്കാമോ? ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളൊക്കെ സംസാരിച്ചിട്ടിപ്പോ എന്തായി? ആ അമ്മയുടെ അനുഭവിക്കല്ലേ? അമ്മേ, ഇതൊക്കെ ചുമ്മാ അമ്മയുടെ തോന്നല. ഓരോന്ന് പറഞ്ഞ് വെറുതെ കുറ്റം ഉണ്ടാക്കിയേക്കരുത്. അവൻ നമ്മുടെ കൊച്ച, അത് ഓർക്കണം. നമ്മുടെ കൊച്ചു അവകാശിന്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ അമ്മ ഈ കാണുന്ന കാര്യമൊക്കെ എവളിങ്ങനെ ഞാനല്ലേ അനുഭവിച്ച മൊത്തം. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെയും താമസിക്കാൻ ഇഷ്ടമില്ലാത്തത്. ഇപ്പോഴത്തെ മക്കളും മരുമക്കളും ഒക്കെ ഒപ്പം തന്നെ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട്, ഞാൻ എൻ്റെ ഈ വീട്, എൻ്റെ സകല പണങ്ങളും എല്ലാം ഞാൻ ക്ലീറ്റസിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മക്കളെ അല്ല
നന്നാവും. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കനകനെ അങ്ങനെ അവൾക്ക് കൂട്ടു നിൽക്കും അതാ, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യോ? അവൻ മാറിപ്പോയി, അവൾ അങ്ങനെ ചെയ്ത്. എന്തെങ്കിലും കുറവുണ്ടോ? അമ്മ ഒന്ന് ആലോചിച്ച്. അമ്മ ഒരു കാര്യം തീരുമാനിച്ചു, ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി അതിനെതിരെ നീ കൂടുതൽ കിടന്ന് ബഹളം അയ്യോ വെക്കണ്ട. അതെ, അത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. അമ്പിളിക്കുട്ടൻ്റെ ഭാര്യനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് ഭയങ്കര മോശമാണ്. ഒരു മോശമല്ല, ഒരു മോശമല്ല. നമ്മൾ വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ താമസിച്ചത്. അത് നമ്മളല്ല, അവൻ ഒറ്റ ഒരുത്തൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവര് ഒരുപാട് അവരെ ഇറക്കിയ നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. നിന്റെ ജോലി നോക്കിക്കോണം. അമ്മ എടുത്ത തീരുമാനം അമ്മയുടെ തീരുമാനം അന്തിമമാണ്. അതിന്റെ യഥാർത്ഥ അവകാശി അമ്മയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആ വായി നോക്കിയെടുത്ത് രണ്ട് നീ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. അവനെ വിളിച്ച് എനിക്ക് 2 വർത്താനം പറഞ്ഞിട്ട് തന്നെ ഓണിലടിക്കാൻ. അമ്മ ചൂര മതിയല്ലേ? അല്ല, ചൂര വാങ്ങിച്ച് ഇച്ചിരി കറിയും വെച്ച് വേണമെങ്കിൽ 2-3 വർഷം പൊരിച്ചും കൂടെ അമ്മയ്ക്ക്. വയസ്സാം കാലത്ത് ആളുകൾ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ മക്കളൊന്നും പറഞ്ഞു. ഇതുപോലൊരു മോനെ നീ തന്നില്ലല്ലോ എന്റെ പൊന്നു ഭഗവാനെ. ഏതുപോലെ? എന്റെ ക്ലീറ്റസ് മോനെ. നല്ല ആരും